ഭോലനാഥ, എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? ധർമ്മത്തിന്റെ വഴിയെ നടക്കുന്ന ആ ജീവന് എന്താണ് ഈ അവസ്ഥ? തെറ്റാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്. താലി കെട്ടിയ അവളെ കൊണ്ട് ഇന്ന് അപായമാണ് ചുറ്റിലും. വീട്ടിൽ നിന്നും പുറത്തുപോയി അപായത്തെ സ്വീകരിക്കുകയാണ് അവൾ. ഇല്ല സ്വാമിജി, അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വീടിന് പുറത്ത് എവിടേക്കും പോകരുതെന്ന് പറഞ്ഞിട്ടാ വന്നേ. അതുകൊണ്ട് അങ്ങനെ പോവാൻ ചാൻസ് ഇല്ല. അല്ലയോ മടയ, നീ ഒരു ലക്ഷ്മണരേഖ വരച്ചിട്ടാണ് ഇവിടേക്ക് വന്നത്. എന്നാൽ ആ ലക്ഷ്മണരേഖ അവൾ മറികടന്നു പോയിരിക്കുന്നു. എന്നിട്ട് അവൾ ആപത്തിലേക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ബുദ്ധിമുട്ടേണ്ടി വരും. എത്രയോ ജന്മങ്ങളായിട്ട് ആദിശേഷനെ നേടണമെന്ന് ആഗ്രഹിച്ചു. ഓരോ സമയവും വീണ്ടും വീണ്ടും ജന്മങ്ങൾ എടുത്തുകൊണ്ടിരുന്നു. ഞാൻ ഓരോ തവണ പുനർജനിച്ചത് അവന് വേണ്ടി മാത്രമായിരുന്നു. അവനെ ഒരു കാരണവശാലും പിരിയാതിരിക്കാൻ. ഇത്രയും നാളും എന്റെ പരമശത്രുവായ ശിവാനി ഈ ലോകത്തുനിന്ന് തന്നെ എന്നേക്കുമായി ഇല്ലാതായല്ലോ എന്ന് സമാധാനിച്ചിരുന്നപ്പോഴാ ആദിശേഷനെ എന്നിൽ നിന്നും തട്ടിയെടുക്കാൻ വീണ്ടും നീ വന്നത്. ശിവാനിയുടെ രൂപത്തിന് ഇത്രത്തോളം മഹാശക്തിയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ശിവാനി ഇപ്പോൾ എത്രത്തോളം ശക്തിവതിയായിരിക്കും? അവൾ പൂർണ്ണമായും ഇല്ലാതായി. എന്നാൽ നീ, എന്റെ പ്രണയം തട്ടിയെടുക്കാൻ വരുന്ന ആരെയും ഞാൻ വെറുതെ വിടില്ല. നിന്റെ വയറ്റിലുള്ള കുഞ്ഞ് മരിക്കാതെ എനിക്ക് എന്റെ ആദിശേഷനെ ഒരിക്കലും തിരിച്ചു ലഭിക്കില്ല. അതുകൊണ്ട് നീ മരിക്കണം. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞും മരിക്കണം. ഞാൻ തന്നെ കൊല്ലും. അങ്ങനെ എന്തായി പറയുന്നു സ്വാമിജി? സത്യമാണ്. മരണം അടുത്തു വന്നവളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മണരേഖ അവൾ ഭേദിച്ചു. ആ മഹാദേവൻ മൃത്യുഞ്ജയൻ, ആ ശിവന് സാധിക്കാത്തത് മറ്റാർക്കും തന്നെ സാധിക്കുന്നതല്ല. എന്നാലും എന്താണ് ഈ ദാരുണത ദേവാ? അവളുടെ ജീവൻ രക്ഷിക്കുവാൻ നിനക്ക് സാധിക്കില്ലേ? അവളെ രക്ഷിക്കൂ ദേവാ. സ്വാമിജി, ഇവിടുത്തെ എന്തൊക്കെ സംഭവിച്ചോണ്ടിരിക്കുന്നത്? എന്റെ ശിവാനി എവിടെയുള്ള? അവൾക്ക് ഇപ്പൊ ശരിക്കും സംഭവിച്ചതെന്താ? മനസ്സിനെ തന്നെ മറന്ന്, അവളെ തന്നെ സ്വയം മറന്നു മരണത്തിനായി കാത്തിരിക്കുകയാണ് ആ നാഗരക്താക്ഷി. എന്റെ ശിവാനി ഇപ്പൊ എവിടെയുണ്ട്? അവൾ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. എവിടെ ഉള്ളതെന്ന് പറ. പശുപതേശ്വര, അവളെ മറക്കുമ്പോൾ അവളെ നീ തന്നെ രക്ഷിക്കേണ്ടതാണ് പരമേശ്വര. പൂർവദിക്കിൽ നിന്നും 100 ഘാതം അകലെയായിട്ട് നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമുണ്ട്. ആ ഉത്തരം നീ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. സ്വാമിജി, അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞതാ. നീ കണ്ണടച്ച് ആ ഭൂലോകനാഥനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്താൽ ആ കൈലാസനാഥന്റെ മനസ്സിലുള്ളത് നിനക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിന്റെ അന്തർശക്തി, നിന്റെ അഗാധമായ ശക്തി, നിന്റെ അന്തരാളത്തിലെ ശക്തി, നിനക്ക് നഷ്ടമായ എല്ലാ ശക്തികളും തന്നെ നിനക്ക് തിരികെ ലഭിക്കുന്നതാണ്. അവന്റെ കണ്ഠാഭരണത്തിലെ അംശമാണു നീ. നിന്നെ വിടുകയില്ല ആ നീലകണ്ഠൻ. തുടങ്ങൂ ആ പഞ്ചാക്ഷരി മന്ത്രം. നിന്റെ മനസ്സിനെ ജാഗരൂകനാക്കി ആ ദർശനം നേടിയെടുക്കൂ. അദ്ദേഹം കനിഞ്ഞാൽ അവൾക്ക് ജീവൻ. ഇല്ല എന്നുണ്ടെങ്കിൽ ആ കുലത്തിന്റെ തന്നെ നാശം. ആ കുലത്തിന്റെ തന്നെ നാശം. കൃഷ്ണേ, ഞാൻ ദിഗ്വിജയൻ പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അതെ ദാക്ഷായണി, ഞാനും അതിനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്. നിനക്ക് അവന്റെ മേൽ വിശ്വാസമില്ലേ കൃഷ്ണേ? ഒട്ടും തന്നെയില്ല. അവന് സ്വാർത്ഥതയുടെ മുഖമാണ്. യഥാർത്ഥ മുഖം മറച്ച് ഒരു സാത്വികന്റെ മുഖംമൂടി അണിഞ്ഞ് ബന്ധുക്കളെയെല്ലാം കബളിപ്പിച്ച് തന്റെ ഗുരുവിന്റെ വാക്കുകേട്ട് സ്വന്തം മകളെ ബലി കൊടുത്ത് കാപട്യത്തിൽ ജീവിക്കുന്നവനവൻ.
അവൻ ഏത് വഴിക്കും അവന്റെ ഉദ്ദേശം പൂർത്തീകരിക്കാൻ ശ്രമിക്കും. അവന് നാഗമാണിക്യം ലഭിച്ചാൽ അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല ദാക്ഷായണി. നാഗമാണിക്യം കൈക്കലാക്കാൻ വേണ്ടി മാത്രമാണ് അവൻ മറുജന്മം എടുത്തിരിക്കുന്നത്. ഉറപ്പായിട്ടും അവന്റെ ആഗ്രഹം നിറവേറ്റാൻ ഞാൻ അനുവദിക്കില്ല കൃഷ്ണേ. അനുവദിക്കരുത്. അവൻ എന്തോ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെന്ന് തന്നെയാണ് എന്റെയും അനുമാനം. അവൻ എന്തു വേണമെങ്കിലും തയ്യാറെടുക്കട്ടെ. എന്നാൽ നാഗമാണിക്യം നമ്മുടേതാണ്. എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ നേടണമെന്ന് കരുതുന്ന അത്ഭുത അസാമാന്യ ശക്തിയുള്ള ആ മഹാമാണിക്യം ആ കുതന്ത്രശാലിയായ മനുഷ്യൻ എളുപ്പത്തിൽ നേടിയെടുക്കുവാൻ സമ്മതിക്കരുത്. അവന് പുതുരൂപം നൽകി അവന്റെ ജീവൻ രക്ഷിച്ച് അവനെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ അവസരം കൊടുത്തിട്ട് ഇത്രത്തോളം ചതിക്കാൻ നോക്കുന്നോ? അവനെന്താ ഇത്രത്തോളം നന്ദിയില്ലാത്തവനോ? ഇങ്ങനെ നന്ദികേട് കാണിക്കുന്നവൻ നാഗമാണിക്യം തരുമെന്നാണോ? ഇല്ല, ഒരിക്കലും തരില്ല ദാക്ഷായണി. നീലാഞ്ചന മലയിലുള്ള സമ്പതി ഗുഹയിലിരിക്കുന്ന താളിയോലകളിൽ നാഗമാണിക്യം നേടിയെടുക്കുവാനുള്ള വഴികളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവനെ എങ്ങനെ ബന്ധിക്കണമെന്ന് എനിക്ക് ശരിക്കും അറിയാം. പറ്റിക്കുക എന്നതാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ അവന്റെ അവസാനം ഭീകരമായിരിക്കും. വരൂ കൃഷ്ണേ. വെറും ശിവാനിയുടെ രൂപത്തിന് മാത്രം ഇത്രത്തോളം ശക്തികൾ ഉണ്ടാകുമോ? അപ്പോ ഇവളെ കൊല്ലുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവൾ ഹോമത്തിന്റെ അഗ്നിയിൽ വെന്തുരുകി ഭസ്മമായാൽ മാത്രമേ ഇവൾ കാരണം ഇനിയും മുന്നോട്ട് ഒരു കഷ്ടവും ഉണ്ടാവാതിരിക്കും. ശിവാനിയുടെ പുറത്തേക്ക് ഇറങ്ങരുതെന്ന് ഞാൻ പറഞ്ഞത്. അവൾ പുറത്തിറങ്ങിയെന്ന് പറയുമ്പോ അപകടം സംഭവിക്കാനിരിക്കുന്ന അവൾക്കായിരുന്നു. ഞാൻ അവൾ എവിടെ പോയി അന്വേഷിക്കുക? അവൾക്കൊന്നും സംഭവിക്കാതെ ഞാൻ രക്ഷിച്ചേ പറ്റൂ. ഈശ്വര, അവളിപ്പോ എവിടെയാ? ഓം അഗ്നിദേവായ നമഃ. ഓം അഗ്നിദ്രവ്യായ നമഃ. ഓം അഗ്നിദേവപ്രസാദായ നമഃ. ഈ അഗ്നിദ്രവ്യം നിന്റെ മേലൊഴിച്ച് നിന്നെ കത്തിച്ചു കഴിഞ്ഞാൽ നീ ജീവിച്ചിരുന്നു എന്നതിന് ഒരൊറ്റ തെളിവ് പോലും ഉണ്ടാവില്ല. ഇഹലോകത്തും പരലോകത്തും സ്വർഗത്തിലും നീ പിന്നീട് ഒരിക്കലും എന്നെ ശല്യം ചെയ്യില്ല. മായ, മായ, മായ നിൽക്ക. ഏയ്, നീ നിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വാ. എനിക്കിപ്പോ മനസ്സിലായി നിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരാൻ. മായ, എനിക്ക് മുൻപേ അറിയായിരുന്നു നീ ഇങ്ങനൊരു ഉദ്ദേശത്തിലാണ് വന്നതെന്ന്. എനിക്ക് ശരിക്കും അറിയാമായിരുന്നു. നീ വീട്ടിൽ കാലുകുത്തിയപ്പോഴേ നിന്റെ കാര്യത്തിൽ എനിക്ക് സംശയം തോന്നിയതാ. പക്ഷെ ശിവാനിയെ കൊല്ലാൻ വന്നതാണെന്ന് ഇപ്പഴാ മനസ്സിലായേ. ഞാൻ ജീവിച്ചിരിക്കുന്നത് വരെ ഞാൻ സ്നേഹിക്കുന്നവരുടെ മേൽ ഒരു തരി മണ്ണ് വീഴാൻ പോലും ഞാൻ സമ്മതിക്കില്ല. ഏയ്, സത്യം പറയടി, ശരിക്കും എന്റെ ഉദ്ദേശം എന്താ? നീ ഇവിടേക്ക് വന്നത് എന്തിനാ? ഇവൾ ജീവിച്ചിരിക്കുന്നത് വരെ
എന്റെ ഒരു വാക്കും ആദിശേഷന് മനസ്സിലാവുകയില്ല. ഇവളുടെ മരണം ഉണ്ടാവട്ടെ, അതിലൂടെ എന്റെ ശാപം മാറി എനിക്ക് ശാപമോക്ഷം ഉണ്ടാവട്ടെ. ഇവനെല്ലാം ഓർമ്മ വന്നേക്കാം. ഞാൻ നിന്നോടായി ചോദിക്കുന്നത്. എന്റെ ചോദ്യത്തിന് ഉത്തരം എന്താ? അല്ലാതെ നിന്നെ ഞാൻ ഇവിടുന്ന് വെറുതെ ഇവിടുന്ന് കരുതണ്ട. എടി ഏയ് നിൽക്കവിടെ. മായ നിൽക്ക്. ഛേ. ശിവാനി, ശിവാനി, ശിവാനി എഴുന്നേൽക്ക്. ശിവാനി, ഞാനിത് എവിടെയാ ഉള്ളത്? ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായി ശിവാനി. വാ ശിവാനി, പോവാം. അമ്മേ, അമ്മേ, മുത്തശ്ശി, അമ്മാവാ, ഒന്നിങ്ങോട്ട് വന്നേ, വേഗം വാ. എന്തു പറ്റി? എന്താ വരുമോനെ? അങ്ങോട്ട് ഇരുത്ത്. എന്താടാ? എന്താ പറ്റി ഇവൾക്ക്? തൃശൂർ, എന്താ ശിവാനിക്ക് പറ്റിയത്? എനിക്കും അറിയില്ല. അല്ല, ഇവളെ പുറത്തേക്ക് കൊണ്ടുപോയി സൂക്ഷിച്ചു കൊണ്ടുവരണമെന്നറിയില്ലേ? ഇവളെ വിളിച്ചോണ്ട് പോയത് ഞാനല്ലമ്മേ, അവളില്ലേ, അവളാണ് ഇതെല്ലാം ചെയ്ത്. അമ്മേ, നമ്മൾ വിചാരിച്ചെല്ലാം സത്യം. എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം കിട്ടി. എന്ത് സംശയം? എന്താ കാര്യം? നീ എന്തൊക്കെ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന മായില്ലേ, അവളൊരു മനുഷ്യ സ്ത്രീ അല്ലമ്മേ. നീ എന്താ പറയുന്നേ? അതെ, ഈ കുടുംബം തകർക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തിൽ വന്നവളാണ് അവള്. ശരിക്കും ഒരു ഫ്രോഡാണ് അവള്. വിഷയം എന്താണെന്ന് വ്യക്തമായിട്ട് പറ. അവൾ എന്റെ ശിവാനിയെ കൊല്ലാൻ നോക്കി. അവൾ ഇവളെ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറയുമ്പോൾ ഇവളുടെ അടുത്ത് നാഗമാണിക്കുമുള്ള കാര്യം അവൾ മനസ്സിലാക്കി കാണും. ഞാൻ അവിടേക്ക് എത്താൻ കുറച്ചെങ്കിലും ലേറ്റ് ആയിരുന്നെങ്കിൽ എന്റെ ശിവാനി എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. എന്താണ് നീ പറയുന്നേ? അവള് ഇവളെ കൊല്ലാൻ നോക്കിയെന്നോ? എന്തിനു വേണ്ടി? എനിക്കറിയില്ല. ഞാൻ അവിടേക്ക് എത്തുമ്പോഴേക്കും അവള് ശിവാനിയും കുഞ്ഞിനെയും കൊല്ലാൻ നോക്കായിരുന്നു. ദൈവം വലിയവനാ, അതുകൊണ്ട് ശിവാനിയെ രക്ഷിക്കാൻ പറ്റി. അല്ലടാ, അവൾക്കെന്താ ഇവളോട് ഇത്ര ദേഷ്യം? അതിനുവേണ്ടി എന്താ ഉണ്ടായത്? എന്താ ശിവാനി ഉണ്ടായത്? നീ എങ്കിലും ഒന്ന് തെളിച്ചു പറയേ. എന്താ സംഭവിച്ചെന്ന് പറയാതെ ഞങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അല്ല, നീ മായയുടെ കൂടെ എവിടേക്കാ പോയത്? എന്തിനാ പോയത്? അവളെന്ന് പറഞ്ഞില്ലേ, അവളെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് ഒരു സ്വാമിജി ശ്രമിച്ചോന്ന്. അദ്ദേഹത്തെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. പിന്നീട് പുറത്തെത്തിയപ്പോ അവൾ എന്നെ കൊല്ലാൻ ശ്രമിക്കായിരുന്നു. അവൾ എന്തൊക്കെയോ എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. എന്നാലും അവൾക്ക് ഈ വീട്ടിലുള്ളവരോടും നിന്നോടും എന്തിനാ ഇത്ര വൈരാഗ്യം കാണിക്കുന്നത്? അവള് വളരെ നല്ല കുട്ടിയാണെന്നാ ഞാൻ കരുതിയത്. അവള് ത്രിവിക്രമന്റെ പെണ്ണായിട്ടാണ് ഇവിടെ വന്നത്. അവൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നേ? അതിനിപ്പോ തെളിവ് കിട്ടിയല്ലോ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ പോകാൻ ഒത്തിരി താമസിച്ചിരുന്നെങ്കിൽ എന്റെ ശിവാനിയും കുഞ്ഞിനെയും അവൾ ഉറപ്പായിട്ട് കൊന്നേനെ. ഇനി എന്തായാലും ഞാൻ അവളെ വെറുതെ വിടില്ല. അവൾ എവിടെയുണ്ടെങ്കിലും അവളെ ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടുവരും. എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം ഞാൻ പറയിപ്പിക്കുകയും ചെയ്യും. അവസാന നിമിഷം എല്ലാം പാളിപ്പോയല്ലോ. അവൾ ആദിശേഷന്റെ ശക്തി കൊണ്ട് രക്ഷപ്പെട്ടു. തൃശൂൽ എന്നെ കണ്ടു കഴിഞ്ഞു. എന്താണ് ഇനി ചെയ്യുക? വീട്ടിലേക്ക് പോയാലോ? അതല്ലാതെ നാഗലോകത്തിലേക്ക് തിരികെ പോകാന്ന് കരുതിയാൽ എനിക്ക് സ്ഥാനമുണ്ടാവില്ല. ആദിശേഷൻ എന്നെ സ്വീകരിക്കില്ല. എല്ലാ വശത്തു നിന്നും പ്രശ്നങ്ങളാണ്. ഇല്ല, വേറെ വഴിയില്ല. നടക്കുന്നത് നടക്കട്ടെ. വീട്ടിലേക്ക് തന്നെ പോകാം. എന്റെ ശിവാനിയെ ദ്രോഹിക്കാന്നൊക്കെ പറയുമ്പോ അതിന്റെ പുറകിലൊരു കാരണം ഉണ്ടാവുമല്ലോ.
ആ കാരണം ഇനി എന്താണെന്ന് അറിയുന്നത് വരെ അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അതിനവളെ എന്റെ കയ്യിൽ കിട്ടിയേ പറ്റൂ. തൃശൂൽ, നിൽക്കവിടെ. നീ എന്തിനാണ് അങ്ങനെ ചെയ്ത്? ദേവേദ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നീ പറയുന്നതെല്ലാം കേൾക്കുകയും ചെയ്തു, നിന്റെ പ്രവൃത്തി കാണുകയും ചെയ്തു. നിന്നെ കണ്ടുപിടിക്കാൻ ഞാൻ ഇറങ്ങി പുറപ്പെടാൻ നിന്നതാ. പക്ഷെ നീ ആയിട്ട് തന്നെ വന്നല്ല. പക്ഷെ ഇപ്പോ നീ വീണ്ടും തേടി വന്നിരിക്കുന്നത് എന്നെയല്ല, നിന്റെ മരണത്തെ തന്നെയാ. തൃശൂൽ, എന്തിനാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങളുടെ ശിവാനിയെ വിളിച്ചോണ്ട് പോയി കൊല്ലാൻ നോക്കിയതും പോരാഞ്ഞിട്ട് ഇപ്പൊ എന്താ ഉണ്ടായെന്ന് ചോദിക്കുന്നോ നീ? എന്താ? ഞാൻ ശിവാനെ കൊല്ലാൻ നോക്കിയെന്നോ? അത് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യ. കള്ളവാ, ഇതൊക്കെ കള്ളവാ. ഏയ്, കൊന്നുകളയും നിന്നെ ഞാൻ. ഇനിയും കള്ളം പറഞ്ഞാൽ നീ ജീവനോട് ഉണ്ടാവില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. നീ എന്റെ ശിവാനിയെ കൊല്ലാൻ നോക്കുന്ന ഞാൻ കണ്ടതല്ല മായ. എന്നിട്ട് നീ വീണ്ടും ഇപ്പൊ കള്ളം പറയാ? നീ ഏതോ സ്വാമിജിയെ കണ്ടു, അദ്ദേഹത്തെ കാണിച്ചു തരാം, തൃശ്ശൂര് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് കൊന്നുകളയാൻ നോക്കിയവളല്ലേ നീ? എന്നിട്ട് ഇപ്പോഴെന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്ന? പറയ്, ഇതിനിപ്പോ നീ എന്തുത്തര തരാൻ പോകുന്ന? നീ ആര്, എന്തിനു വന്നു പറയ്. തൃശൂൽ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അന്നെന്നെ തട്ടിക്കൊണ്ടുപോയ ആ കള്ളസ്വാമിയില്ലേ, ആ ദുഷ്ടൻ സ്വാമി, പുറത്ത് ഞാൻ അയാളെ കണ്ടിരുന്നു. അയാൾ എന്തോ മായകളൊക്കെ കാണിച്ച് എന്റെ ബോധം പോകുന്ന രീതിയിൽ എന്തോ ചെയ്തു. അപ്പൊ അയാൾ എന്റെ രൂപം ധരിച്ച് എങ്ങോട്ടേക്കോ പോയി. എനിക്ക് ഒരുപാട് പേടി തോന്നി. ഞാൻ അവിടുന്ന് പേടിച്ചോടി. വഴി തെറ്റിപ്പോയി. അതാ ഞാൻ വരാൻ വൈകിയത്. വെറുതെ നാടകം കളിക്കല്ലേ. കണ്ടില്ല ശിവാനി, അവള് വീണ്ടും കള്ളം പറയാ. അതെ, നാടകം കളിക്ക ഇവള്. എനിക്കറിയാം, നീയാണ് വന്നത്, നീയാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോയതും. അല്ല ശിവാനി, ഞാൻ വീട്ടിലോട്ട് വന്നിട്ടേ ഇല്ല. എന്നെ തട്ടിക്കൊണ്ടുപോയ ആ ദുഷ്ടസ്വാമി ആയിരിക്കും എന്റെ രൂപത്തിൽ വന്ന് നിന്നെ വിളിച്ചോണ്ട് പോയത്. അതിനുശേഷം അയാൾ എന്താ എന്നോട് പറഞ്ഞെന്നറിയോ? ഏതോ ഒരു പൂജ ഉണ്ടത്രേ, അതിന് ഗർഭിണിയായ ഒരു സ്ത്രീയെ ബലി കൊടുക്കണമെന്ന്. അതിന് തന്നെയായിരിക്കും അയാൾ എന്റെ രൂപത്തിൽ വന്ന് നിന്നെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോയത്. അങ്ങനെ ബലി കൊടുക്കാൻ കൊണ്ടുപോയതാണെങ്കിൽ മറ്റൊരു വേഷത്തിൽ വരേണ്ട കാര്യം എന്താണ്? നീ പറയുന്ന എല്ലാം കള്ളമാണ്. ഇല്ലില്ല, എന്നെ ഒന്ന് വിശ്വസിക്ക. ഞാൻ പറയുന്നത് സത്യമാണ്. വേണമെങ്കിൽ ആരുടെ മേൽ വേണമെങ്കിലും ഞാൻ സത്യം ചെയ്യാം. തൃശൂൽ, നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക, ദയവ് ചെയ്ത്. നോക്ക്, കഴിഞ്ഞ ദിവസം ഇവിടെ ശിവാനിയെ പോലെ ആരോ വന്നെന്ന് പറഞ്ഞില്ലേ? ഇന്നും അതുപോലെ തന്നെ വന്നതായിരിക്കില്ലേ? ഞാൻ അങ്ങനെ ഒരു പെണ്ണല്ല. ദയവ് തന്നെ ഒന്ന് വിശ്വസിക്കേ. ഇനി നിന്നെ ഒരു കാരണവശാലും വിശ്വസിക്കില്ല. പക്ഷേ എന്റെ ചില സംശയങ്ങൾക്കുള്ള ഉത്തരം നീ തന്നെ തന്നേ മതിയാവൂ. ആ ഉത്തരം കിട്ടുന്നത് വരെ നിന്നെ വെറുതെ വിടുമെന്ന് കരുതണ്ട. നോക്കി, ഞാൻ തിരിച്ചു വരുന്നവരെ ഇവളെ ഈ വീട്ടിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തേക്ക് വിടരുത്. ഇവളുടെ മേലൊരു കണ്ണുണ്ടാവണം. സ്വാമിജി, സ്വാമിജി. ജയ് ഭോലനാഥ. ശിവപഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി നിന്റെ ചിത്തത്തിലുള്ള ചിത്രത്തിനെ പുറത്തു കൊണ്ടുവന്ന് നിന്റെ പ്രിയതമയെ നീ രക്ഷിച്ചുവല്ലേ? അന്തിമ പോരാട്ടത്തിലേക്ക് നീ ചുവടുവെച്ചല്ലേ? ഞാൻ പോരാടേണ്ടത് ആരോടാണ് സ്വാമിജി? ചുറ്റിലും ശത്രുക്കളുണ്ടെന്നൊക്കെ പറയുമ്പോ എന്റെ കൂടെയുള്ളവരെല്ലാവരും ശത്രുക്കളാണെന്നാണ്.